വിവാഹം നടത്തരുതെന്ന രവിയുടെ ആവശ്യം ശാരദ തള്ളിക്കളയുന്നു. സ്വന്തം തീരുമാനങ്ങളാ. നീ എതിർത്തതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കോ? ഒന്നുമില്ല. എന്തോന്ന് സ്വന്തം അമ്മേ? അല്ലെങ്കിൽ തന്റെ സീതയുടെ കാര്യത്തില് എന്തെങ്കിലും തീർപ്പുണ്ടാവണ്ടേ? സീതയെടുത്തിന്ന് ആ പേര് പറയാനുള്ള യോഗ്യതയുണ്ടോ നിനക്ക്? ഇന്ദുബാലയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ മതികല മനസ്സിനെ ഏർപ്പെടുത്തുന്നു. ഞാൻ എങ്ങനെയാ മതി അതൊക്കെ അറിയുന്നേ? അയ്യോ, വലിയ പാവം കളിക്കല്ലേ നീ. നിന്നോട് അയാൾ എല്ലാം പറയും. വാലേട്ടനല്ലേ നീ? അറിഞ്ഞാ ഞാൻ പറയാൻ മതി. ബാലൻ രവിയുടെ എതിർപ്പിനെ അവഗണിച്ച് പെണ്ണ് കാണാൻ പോകും. രണ്ടാം കല്യാണത്തിൽ നിന്ന് ബാലേട്ടൻ പിന്മാറത്തില്ലെന്ന്. ഇല്ല, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്കത് മനസ്സിലായില്ലേ? അപ്പച്ചേപ്പാ, കല്യാണം കഴിഞ്ഞാണ് സീത തിരിച്ചു വരുന്നതെങ്കിലോ? വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് നീ ഇങ്ങനെ തുടർന്ന് കാണുക. ഇതാണ് ബാലൻ, ബാലചന്ദ്രൻ. നമസ്കാരം മുത്തശ്ശ. ഇതല്ലേ നാട് വിട്ടുപോയ കാവടി അപ്പൂപ്പൻ? ഞാൻ അത്രയ്ക്ക് ഫേമസ് ആണോ ആശാനെ? ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ഇങ്ങനെയായിരിക്കില്ല പ്രതീക്ഷിച്ചതല്ലേ? പെണ്ണ് തല നിറയെ മുല്ലപ്പൂവും വെച്ച് നാണം കുടുങ്ങി കയ്യിലൊരു കോഫി ട്രേ ഒക്കെ ആയിട്ട്. പെണ്ണ് കാപ്പി ആയിട്ട് വരണമെന്ന് ആര് എവിടെ എഴുതി വെച്ചിരിക്കുന്നു? ഇനിയിപ്പോ ഇഷ്ടം പോലെ കാപ്പി വെച്ചും കഞ്ഞി വെച്ചും ഒക്കെ കൊടുക്കാലോ. എന്നാ പിന്നെ നിങ്ങൾ പിള്ളേര് സംസാരിക്കേ, ഞങ്ങൾ വയസ്സന്മാർ അങ്ങോട്ട് മാറി. പിന്നല്ലാതെ. അയ്യോ, അതൊന്നും വേണമെന്നില്ല. ഞങ്ങളത്ര കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. എന്നാലും ഞങ്ങളുടെ അത്രയും പ്രായം വരില്ലല്ലോ. മോളെ, നീ എല്ലാം അകത്ത് എടുത്തു വെച്ചിട്ടില്ലേ? ഉണ്ട് മുത്തശ്ശ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, നീ ഇവിടെ ഇരിക്കും. അതെ 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 അതെ, മോൾ ഇവിടെ ഇരിക്കേ, നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കേ, ഞങ്ങൾ പോരാ. വാസാനെ. ഇരിക്കും. സംസാരത്തിനിടയ്ക്ക് ഓരോ ലഡ്ഡു എടുത്ത് കഴിച്ചോളാം കേട്ടല്ലോ. ആശാനിങ് വന്നേ. ഞാൻ പളനിയിലെ ഒരു വേലുമൂപ്പന്റെ കഥ പറയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കി. വെള്ളക്കുതിരയുടെ അത് തന്നെ. വാ 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 വാ. അല്ല, നമ്മളിങ്ങനെ മധുരപലഹാരങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും രണ്ടു ഉറുമ്പുകളെ പോലെ ഇരുന്നാ മതിയോ? എന്നോടൊന്നും ചോദിക്കാനില്ലേ? അല്ല, ഞാൻ എന്താ വിളിക്കുക? ഏട്ടൻ, ചേട്ടൻ, ബാലേട്ടൻ. ബാലേട്ടൻ എന്നായാലോ? സീത വിളിച്ചതുപോലെ തോന്നി അല്ലേ? അതല്ലേ കണ്ണുകളിൽ ഒരു ഞെട്ടൽ വന്നത്? അതെ, എനിക്ക് മനസ്സറിയാനുള്ള കഴിവുണ്ടെന്ന് കൂട്ടിക്കോ. അതങ്ങനെയാ. ചില പേരുകൾ, ചില സ്ഥലങ്ങൾ, അത് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ പേരെവിടെയെങ്കിലും കേട്ടാൽ നെഞ്ചിലൊരാളലുണ്ടാവും. ഉണങ്ങിയെന്ന് നമ്മൾ കരുതുന്ന ഒരു മുറിവ് വീണ്ടും നീറുന്നതാ. എന്തായാലും പേര് വിളിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. സീത വിളിച്ചതുപോലെ ബാലേട്ടൻ എന്ന് വിളിക്കാൻ ഒരു മടി. ബാലചന്ദ്രൻ എന്നല്ലേ മുഴുവൻ പേര്? അതെ.
ഞാൻ ചന്ദ്രേട്ടാന്ന് വിളിച്ചോളാം. എന്താ? സീതയുടെ ബാലേട്ടൻ, ഇന്ദുവിന്റെ ചന്ദ്രേട്ടൻ. കൊള്ളാം. ഒരു കല്യാണം എന്നത് ഞാൻ മറന്നു തുടങ്ങിയൊരു കാര്യ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ മുത്തശ്ശൻ ഒരേ നിർബന്ധം. എന്റെ അച്ഛന്റെ അച്ഛനാ. അച്ഛനും അമ്മയും പോയി കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരാളാ. ഒരാഗ്രഹമേ പറഞ്ഞുള്ളൂ, എന്റെ കഴുത്തിൽ ഒരു താലിച്ചരട് കാണണം. അതെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ ഞാൻ? എന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാള് വേണം, അത്രേ പറഞ്ഞുള്ളൂ ഞാൻ. നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരാള്. അപ്പോഴാ ബാലേട്ടനെ പറ്റി, ചന്ദ്രേട്ടനെ പറ്റി മുത്തശ്ശൻ പറഞ്ഞത്. പണ്ടെന്നോ ഞാൻ ചന്ദ്രേട്ടനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാന് ഡൽഹിയിൽ നിന്ന് വന്നപ്പോഴാന്ന് തോന്നുന്നു. പാടത്ത് കുറുപ്പച്ചനോടൊപ്പം ജോലി ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അച്ഛന്റെ കൂടെ ചേറിലായിരുന്നു. സാരമില്ല, മനസ്സിൽ ചേറ് പുരണ്ടിട്ടില്ലല്ലോ, അത് മതി. അതല്ല, വലിയ പഠിത്തമൊന്നും എനിക്കില്ലെന്ന്. വലിയ വലിയ സർട്ടിഫിക്കറ്റുകളുടെ കാര്യമാണോ ചന്ദ്രേട്ടൻ ഉദ്ദേശിച്ചത്? അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ചന്ദ്രേട്ട. മനുഷ്യൻ അറിവ് വേണ്ടത് മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും സഹായിക്കാനുമോ, കരുണ കാണിക്കാനും കണ്ണീരൊപ്പാനുമോ? അതൊക്കെ വയലോരം വീട്ടിലെ ബാലചന്ദ്രനുണ്ടെന്ന് മുത്തച്ഛൻ പറഞ്ഞു. സീതയെ പറ്റി പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോഴാ എനിക്ക് ചന്ദ്രേട്ടനോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. ഉപേക്ഷിക്കപ്പെട്ട ഒരാള്, ഒറ്റപ്പെട്ടു പോയൊരാള്, തിരസ്കരിക്കപ്പെടുന്നതിന്റെ വേദന എനിക്ക് നന്നായിട്ടറിയാം. മുത്തശ്ശൻ പറഞ്ഞു കാണുമല്ലോ എന്റെ കഥ. കല്യാണത്തലേന്ന് പറഞ്ഞു. സീതയ്ക്കുണ്ടൊരു കഥ. കല്യാണത്തിന്റെ അന്ന് ഭർത്താവ്. അറിയാം. അത് പക്ഷേ മരണമല്ലേ? മരണം മനഃപൂർവ്വമുള്ളൊരു ചതിയല്ലല്ലോ. അതുപോലെയല്ല നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നത്, നമ്മളെ വേണ്ടാന്ന് തീരുമാനിക്കുന്നത്. വേർപാടിന്റെ വേദന കാലം പതുക്കെ മാറ്റുമായിരിക്കും. പക്ഷേ ഉപേക്ഷിക്കപ്പെട്ടതിന്റെ പൊള്ളൽ അതൊരിക്കലും പോവില്ല. ഏത് തൈലം അതിന്റെ മീതെ തൂവിയാലും. അയ്യോ, ഞാൻ ഒത്തിരി അങ്ങ് സംസാരിച്ചു പോയല്ലേ. വക്കീലായതുകൊണ്ടാവും നാക്കിന് ഇത്തിരി നീളം കൂടുതലെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയും. സാരമില്ല, ഞാൻ ഇങ്ങനെയാ, ഉൾവലിഞ്ഞ പ്രകൃതം. പിന്നെ ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയും എനിക്ക് മനസ്സിലാവും. നമുക്ക് പരസ്പരം ആശ്വസിപ്പിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ചന്ദ്രേട്ടൻ എന്ത് പറയുന്നു? എന്റെ കുറവുകളാ എന്നെ തുറിച്ചു നോക്കുന്നത്. അത് ചന്ദ്രേട്ടന് കുറവുകളൊന്നുമില്ല. കുറേയേറെ ലോകം കണ്ട, കുറേയേറെ ആളുകളെ കണ്ട ഒരു പെണ്ണാ ഞാൻ. പിന്നെ പിന്നെ അല്ല, സീതയുടെ കാര്യം. ഓ, ചന്ദ്രേട്ടന്റെ താലി ഇപ്പോഴും സീതയുടെ കഴുത്തിലുണ്ടല്ലോ അല്ലേ? എന്റെ കഴുത്തിൽ ചന്ദ്രേട്ടൻ താലി കെട്ടുന്നതിന് ഒരു നിമിഷം മുൻപാണ് സീത തിരിച്ചു വരുന്നതെങ്കിലും അപ്പൊ തന്നെ, ആ നിമിഷം തന്നെ ഞാൻ പിന്മാറും. സന്തോഷത്തോടെ. അക്കാര്യത്തിൽ ഞാൻ വാക്ക് തരുന്നു. അതല്ല എങ്കിൽ എനിക്കറിയില്ല. ദൈവം നല്ലത് മാത്രം ചെയ്യുമെന്ന് കരുതാം. ആർക്ക് നല്ലത് ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം, അല്ലേ? അയ്യോ, എന്തായാലും ചന്ദ്രേട്ടൻ കാപ്പ കുടിക്കൂ. ഞാൻ കാവടിയപ്പനും മുത്തശ്ശനും കാപ്പി കൊടുത്തിട്ട് വരാം. ആ, ഒരു കാര്യം പറയാൻ മറന്നു. കല്യാണം ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മതി, അല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ചൊരു മാലയിടൽ. ആളും ബഹളം ഒന്നും വേണ്ട. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നിടത്ത് ആൾക്കൂട്ടം എന്തിനാ, അല്ലേ? ഒരു ദിവസമേ പൂമാലയും സദ്യയൊക്കെ കാണൂ. പിന്നെ ജീവിതത്തിൽ നമ്മൾ മാത്രമല്ലേ കാണൂ. വീട്ടിൽ വന്നിട്ട് ഞാൻ ചന്ദ്രേട്ടന് ചോറ് വിളമ്പിത്തരാം. എന്താ, അതുപോരെ? അത് മതി.
അയ്യോ, അപ്പോ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അല്ലേ? നിങ്ങൾ അറിഞ്ഞോ വയലോരം വീട്ടിലെ പുതിയ വിശേഷം? എന്താ? പറയാൻ നാണക്കേടുണ്ട്. ആ ശരി, എന്നാ പറയണ്ട. കേൾക്കാതിരിക്കാനും പറയാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അവിടുന്ന് സംബന്ധം കൂടി പോയില്ലേ? ആ എന്നാ നീ പറഞ്ഞോ. നിങ്ങളെന്താ ആളെ കളിയാക്കാണോ? ആ നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ. നീ കാര്യം പറ ജലജേ. വയലോരം വീട്ടിലെ ഒരു കല്യാണം നടക്കാൻ പോകുന്നു. ആഹാ, കൊള്ളാലോ. പിന്നെ കൊള്ളാം. ആരുടെയാണെന്ന് അറിയണ്ടേ? ആരുടെയാ? രവിയുടെയാണോ? അല്ല, നിന്റെ മോളുടെ സ്വഭാവം വെച്ച് ഞാനത് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെന്റെ വായിലിരിക്കുന്ന കേക്കും. കെട്ടാൻ പോകുന്നതേ രവിയല്ല, അവന്റെ ചേട്ടനാ. ആ വയലോരം വീട്ടിലെ മൂത്ത മന്ദബുദ്ധി ബാലേന്ദ്രൻ. മിടുക്കൻ. അങ്ങനെ വേണം ആമ്പിള്ളേര്. ആ അവന് വേണ്ടാത്ത ഭാര്യയെ അവനും വേണ്ട. നല്ല കാര്യം. ആ ഇത്രയും ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ. അത് ശരി, നിങ്ങൾ അന്നേരം എന്റെ തലയെ കയറുവാണോ? ആ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ബാലൻ കെട്ടുന്നതിന് നിനക്കെന്താ ജലജേ? ദേ നിന്റെ മരുമകൻ രവിയാ, ബാലനല്ല. ദേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് വില കളയരുത്. വയലോരം വീട്ടിൽ ഒരു പുതിയ മരുമകൾ വന്ന് കയറാനേ ഞാൻ സമ്മതിക്കത്തില്ല. ദേ നിനക്ക് ആവശ്യത്തിന് ഇണപ്പല് വായിലുള്ളതിന്റെ സൂക്കടയത്. മിക്കവാറും ആരെങ്കിലും തല്ലി താഴെയിടും. അതോടെ നിന്റെ സൂക്കേടും മാറും. നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ ബാലൻ വേറെ കെട്ടത്തില്ല. പറയുന്നത് മാണിക്യമംഗലത്തെ ജലജകുമാരിയാ. പോരെങ്കില് ഇപ്പൊ പോയി കണ്ടുവച്ചിരിക്കുന്നത് അത്യാവശ്യം കാശുള്ള വീട്ടിലെ പെണ്ണിനെയാ. ഓ അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. എടോ, ബാലൻ ആരെങ്കിലും കെട്ടട്ടെ, ജീവിക്കോ ജീവിക്കാതിരിക്കോ ചെയ്യട്ടെ. ആ വിഷയത്തിൽ തലയിടാനോ എന്തെങ്കിലും കളിയൊപ്പിക്കാനോ നീ പോയാൽ സത്യമായും ജലജയ എന്റെ വേറൊരു മുഖം നീ കാണും. പാവങ്ങളാ വയലോരം വീട്ടുകാർ. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ആവശ്യത്തിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ സ്വസ്ഥത കളയാനായിട്ട് നീ ഒരുമ്പട്ടിറങ്ങിയാൽ ആ ഞാനും ചില കാര്യങ്ങൾക്ക് ഒരുമ്പട്ടിറങ്ങും കേട്ടല്ലോ. പോടോ. പെണ്ണിന്റെ പേര് ഇന്ദുബാല. LLB-കാരിയാ. ഒരു മുത്തശ്ശനേ ഉള്ളൂ. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഊർദ്ധശ്വാസ കേസ്. പഴയ ഒരു എഴുത്താണിയാ, പത്മലോചനൻ ആശാൻ. അതാ പേര്. അഡ്രസ് ഇല്ലേ അമ്മേ കയ്യില്? ഉണ്ട്, ഞാനിപ്പോ നിനക്ക് ഫോർവേഡ് ചെയ്യാം. പിന്നെ എങ്ങനാ, കാശുള്ള കൂട്ടത്തിലാണോ അതോ സീതാ ബാലചന്ദ്രനെ പോലെ അത്തപ്പാടി കേസാണോ? അത്യാവശ്യം 10 പുത്തനുള്ള കൂട്ടത്തിലാ. പഴയ ലാൻഡ് ലോഡ്സാ. ആഹാ, അപ്പൊ പിന്നെ ഒരു കാരണവശാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. നടന്ന രവിയേട്ടൻ അതിന്റെ ക്ഷീണം. മാണിക്യമംഗലത്തെ കാശിന്റെ പേരിലുള്ള രവിയുടെ നെകളിപ്പ് അന്ന് തീരും. നാളെ നിന്റെ ചേട്ടൻ വീട്ടുമുറ്റത്ത് കാറിൽ വന്നിറങ്ങും. നടക്കരുത്. ആ കല്യാണം നടക്കത്തില്ല. നോക്കിക്കോ, ഏതു വിധത്തിലും ഞാനിത് മുടക്കിയിരിക്കും. മിടുക്കൻ. എങ്കിലേ രവിക്ക് ഞാനൊരു പൊന്മോതിരം ഇട്ടുതരും. മുടക്കാൻ പോകുന്നതേ സ്വന്തം ചേട്ടന്റെ കല്യാണമാണ്. മനസാക്ഷി കുത്തു വല്ലതും ഉണ്ടോ രവിക്ക്? ഒരു കുത്തുമില്ല. എന്റെ സ്വസ്ഥത കളയാൻ വരുന്നവരെല്ലാം എന്റെ എതിരാളികളാ. നേരിട്ട് പോയി തന്നെ കാണണം ആ കിഴവനെ മോളെ. ഇപ്പോ വയലോര വീട്ടിലൊരു കാവടിയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ കൂടെ കാശുള്ള ഒരു സംബന്ധക്കാരിയും കൂടി വന്ന തീർന്നു. നടക്കത്തില്ല മതി. ആ കല്യാണം ഉറപ്പായിട്ട് ഞാൻ മുടക്കിയിരിക്കും. ഒരു പെണ്ണിനെയും വയലോരം വീട്ടിലേക്ക് വിടാതിരിക്കാനുള്ള പണി ഞാൻ ചെയ്തിരിക്കും. പറഞ്ഞാ പോരാ, ചെയ്യണം. അമ്മ ധൈര്യമായിട്ടിരിക്കും.
ഇത് എൻ്റെ ആവശ്യമാണ്. ഞാനും മതിയും കൂടി വേണ്ടത് ചെയ്തോളാം. മതി, വാ പോവാം. ഇത്രയും പെട്ടെന്ന് തീയതി കുറിപ്പിക്കണമായിരുന്നോ? ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. കല്യാണം നടത്താൻ എന്തിനാ ബാല 2 ദിവസം? വേണമെങ്കിൽ ഇപ്പൊ തന്നെ കിട്ടിക്കൂടി. അപ്പച്ചേപ്പനെല്ലാം നിസ്സാരമാ. ഊണ് കഴിക്കുന്ന പോലെയാണോ കല്യാണം കഴിക്കുന്നത്? എടാ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്ന പോലെ ജീവിതത്തെ കണ്ടാൽ മതി. അപ്പോൾ നമുക്കത് കുടിച്ചിറക്കാൻ പറ്റും. അതല്ല, നമ്മൾ ജീവിതത്തെ കടൽ പോലെ കണ്ട അതിനകത്ത് കിടന്ന് കയ്യും കാലും ഇട്ടടിച്ച് ചത്തുപോകും. കുറച്ച് പൈസ വേണ്ടേ? ഒരു പുടവയെങ്കിലും വാങ്ങാൻ. അതിനൊക്കെയുള്ള കാശ് ഞാൻ തരാടാ. നീ സമാധാനപ്പെട്. എന്തിനാ വിഷമിക്കുന്നത്? കെട്ടുകാഴ്ച വന്നു. താൻ എന്തുവാടോ പറഞ്ഞത്? കെട്ടുകാഴ്ചയെന്നോ? അല്ല, എടുപ്പ് കുതിര. തന്നെ പോലെ കൾച്ചർ ഇല്ലാത്ത ഒരാളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് തന്നെ ഞാൻ അങ്ങോട്ടും പറഞ്ഞിരിക്കും. ബാല, എങ്ങനെയൊരു പെണ്ണിനെ ഒപ്പിച്ചെന്ന് കേട്ടല്ലോ. എന്നാ 2ാം കെട്ട്? അറിയിക്കാം. അയ്യോ, അറിയിച്ചാലും ഞങ്ങളാരും വരത്തില്ല. മുതുകൂത്തിന് ചെണ്ട കൊട്ടാൻ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ല. എന്നാ വരണ്ട. എന്നാലും നാണക്കേടല്ലേ ബാല? അതും ഈ പ്രായത്തില്. എന്നൊന്ന് നാണക്കേട്. ഇത്രയും പ്രായമുള്ള നിങ്ങള് സിൽക്ക് സാരി ഉടുത്ത് കാതിൽ 2 മുത്തുക്കുടയും തൂക്കി കഴുത്തിലൊരു ഓട്ടോർലിയും കെട്ടി തൂക്കി നടക്കുന്നതിലും വലിയ നാണക്കേട് ഈ ലോകത്ത് വേറെ ഉണ്ടോ? ഓ, എന്നതാ ബാല പെണ്ണിന്റെ പേര്? കാശുള്ള വീട്ടിലെയാണോ? വിശദ വിവരങ്ങള് ഞങ്ങൾ പത്രത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പറിഞ്ഞാ മതി. ഒരു ഭാര്യയുടെ വിശദ വിവരം ഈയിടെ പത്രത്തിൽ കൊടുത്തതല്ലേ ഉള്ളൂ. ഇനി അടുത്തത് ഇതിന്റെ കൊടുക്കാം. ആദ്യം കല്യാണം നടക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും. ഓ, കൊച്ചമ്മ പോയാട്ടെ. ഇത് തന്നെയല്ലേ വീട്? ഉറപ്പാണോ? പിന്നെ ഉറപ്പാ. ആ കടക്കാരൻ പറഞ്ഞില്ലേ? അത് ഞാൻ കേട്ടു. അതല്ലാതെ രവിയേട്ടൻ എന്തെങ്കിലും ഉറപ്പുണ്ടോന്നാ ചോദിച്ചത്. ഉറപ്പുണ്ടോന്ന് ചോദിച്ചാ നിങ്ങളുടെ പേരെന്താ? ഏ? നിങ്ങളുടെ പേരെന്താന്ന്? രവിചന്ദ്രൻ. ഭാഗ്യം, അതറിയാലോ. അമ്മ അഡ്രസ്സ് സംഘടിപ്പിച്ച് തന്നപ്പോഴേ നിങ്ങളോട് ഞാൻ പറഞ്ഞതാ എല്ലാം കൃത്യമായി തിരക്കി എറിഞ്ഞു വെക്കണോന്ന്. നിങ്ങളൊരു മിടുക്കനായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ കെട്ടി എഴുന്നള്ളിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അല്ല, മതി കൂടിയുള്ളപ്പോഴാ എനിക്കൊരു ധൈര്യം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്റെ പേരെഴുതിയ ഒരു ഏലസ് നിങ്ങളുടെ കഴുത്തി കെട്ടിയേക്ക്. അപ്പൊ പിന്നെ ഭയങ്കര ധൈര്യമായിരിക്കും. ശരി, മതി. ഓ എന്റെ ദൈവമേ, ഇങ്ങനെ കുറ്റിയടിച്ച പോലെ നിൽക്കാതെ നിങ്ങൾ പോയി ബെല്ലടിക്ക്. അല്ലെങ്കിൽ ആ കഥകളൊന്ന് തട്ട് മനുഷ്യ. ആരാ? അല്ല, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ രവിചന്ദ്രനാ, വയലോരം വീട്ടിലെ. ഓ, ബാലന്റെ അനിയൻ. ആ, ഇത് രവിയുടെ ഭാര്യയല്ലേ? അതെ. എന്താ മോളുടെ പേര്? മതികല. മാണിക്യമംഗലത്തെ കുട്ടിയല്ലേ? അറിയാമോ എന്റെ വീട്? പിന്നെ അറിയാതെ. മാണിക്യമംഗലം എന്ന് പറഞ്ഞ വലിയ തറവാട്ടുകാരല്ലയോ? ഇന്ദു ചേച്ചി ഇല്ലേ ഇവിടെ? ഇന്ദുബാല. അവള് പുറത്തു പോയതാ. കല്യാണത്തിന്റെ കാര്യം അവളുടെ ഏതോ കൂട്ടുകാരോട് പറയാൻ. ഇപ്പൊ വരും. ജംഗ്ഷനിൽ നിന്ന് എന്നെ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. മുത്തച്ഛൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ച്. എനിക്ക് ഈ കൊച്ചു പിള്ളേരുടെ സ്വഭാവം ഉണ്ടേ, എപ്പോഴും എന്തെങ്കിലും കുറിച്ചോണ്ടിരിക്കണം. വല്ല മിച്ചറോ പക്കാവടയോ അങ്ങനെ എന്തെങ്കിലും. അല്ല, നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാണോ അതോ? എന്റേത് എന്തൊരു മണ്ടൻ ചോദ്യമാണ്. ഇന്ദുമോളെ കാണാനല്ലേ നിങ്ങൾ വന്നത്? ഞങ്ങള് ഇന്ദു ചേച്ചിയുടെ മുത്തച്ഛനെ കാണാനാ വന്നത്. എന്നെയോ? അതെ. എന്താ മക്കളെ കാര്യം? എന്നോട് മാത്രമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഈ പ്രശ്നമെന്ന് വെച്ചാ എന്നതാ പ്രശ്നം? അത് ഞാനൊരു അനിയനാ. ഒത്തിരി വിഷമത്തോടെയാ ഞാനിത് പറയുന്നത്. ബാലേട്ടന്റെ മനോനില ശരിയല്ല. ഹീസ് എ സൈക്കോപാത്ത്. ശബരിമല അയ്യപ്പ. എന്താ മക്കളെ കാര്യം? എന്നോട് മാത്രമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ?
അത് പറയ് രവിയേട്ടാ. മറച്ചു വെച്ചാ അത് മഹാപാപമാവും. എന്താ എന്താ? അല്ല, ബാലേട്ടനുമായിട്ടുള്ള കല്യാണം അങ്ങ് ഉറപ്പിച്ചോ? ഉവ്വ്, ഈ വെള്ളിയാഴ്ച. നിങ്ങളൊന്നും അറിഞ്ഞില്ലയോ? അമ്പലം വേണോ രജിസ്ട്രാർ ഓഫീസ് വേണോ എന്ന ചെറിയൊരു സംശയം, അത്രേ ഉള്ളൂ. അല്ല, ബന്ധുക്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞായിരുന്നോ? ഓ, ഞങ്ങൾക്കിവിടെ ബന്ധുക്കളായിട്ട് അങ്ങനെ ആരുമില്ല. അത് നന്നായി. അതുകൊണ്ട് കല്യാണത്തിൽ നിന്ന് മാറിയാലും നാണക്കേടില്ലല്ലോ. കല്യാണത്തിൽ നിന്ന് മാറാൻ നിങ്ങൾ എന്തൊക്കെയാ കൊച്ചുങ്ങളെ ഈ പറയുന്നത്? രവിയേട്ട പറയ്. രവിയേട്ടനല്ലേ എല്ലാം അറിയാവുന്നത്. അത് പിന്നെ എൻ്റെ വീട്ടുകാരൊന്നും പറഞ്ഞു കാണത്തില്ല. അവർ പറയത്തില്ല എന്ന് എനിക്കറിയാം. അതാ ഞങ്ങൾ തന്നെ വന്നത്. നിങ്ങൾ ഇപ്പോഴും കാര്യം പറഞ്ഞില്ല. ഈ കല്യാണം നടത്തരുത്. നടത്തരുതെന്നോ? എന്താ പറയാനാണെങ്കിൽ കാരണങ്ങൾ ഒരുപാടുണ്ട്. നാളെ ഇവിടുത്തെ പെൺകുട്ടി അവിടെ വന്നിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ അത് ഞങ്ങളെയും ബാധിക്കും. ഇപ്പൊ തന്നെ ബാലേട്ടന്റെ ആദ്യ കല്യാണത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഞങ്ങളെല്ലാവരും. ആ അതെ. ഈ പ്രശ്നമെന്ന് വെച്ചാൽ എന്നതാ പ്രശ്നം? അത് ഞാനൊരു അനിയനാ. ഒത്തിരി വിഷമത്തോടെയാ ഞാനിത് പറയുന്നത്. ബാലേട്ടന്റെ മനോനില ശരിയല്ല. ഹീസ് എ സൈക്കോപാത്ത്. ശബരിമല അയ്യപ്പ. ഭ്രാന്തെന്ന് പറയാൻ പറ്റത്തില്ല, വേണമെങ്കിൽ പറയുകയും ചെയ്യാം. മുഴുഭ്രാന്ത് ഇല്ലെന്നേ ഉള്ളൂ. സ്കിസോഫ്രീനിയാണ് പ്രശ്നം. മായക്കാഴ്ചകൾ കാണുക, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക, പിന്നെ സംശയരോഗം. പാവം സീതേടത്തി ഒരുപാട് അനുഭവിച്ചു. വീട് വിട്ട് രക്ഷപ്പെട്ടു പോയതാ ആ പാവം. എവിടെയോ പോയി ആത്മഹത്യ ചെയ്തതാണെന്നും അതല്ല ബാലേട്ടൻ കൊന്നതാണെന്നും വരെ നാട്ടിൽ സംസാരമുണ്ട്. ബാലനെപ്പറ്റി ഞാൻ എങ്ങനെയൊന്നും അല്ല കേട്ടിരുന്നത്. കണ്ടാൽ പാവല്ലേ, അതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നത്തില്ല. ഈയിടെ ബാലേട്ടൻ ചെയ്തൊരു കൊള്ളരുതായ്മ കേൾക്കണോ? അയ്യോ, അതൊന്നും ഇവിടെ പറയണ്ട. പറയ്, കേക്കട്ടെ. അതായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നേ? ബാലേട്ടൻ മദ്യത്തിന് അഡിക്റ്റ് ആണെന്ന കാര്യം ആശാൻ അറിയാമോ? ബാലൻ കുടിക്കുകയും ചെയ്യും. അപ്പോ അതും അറിഞ്ഞില്ല അല്ലേ? കഷ്ടം. നാട്ടിൽ വന്നത് തിരക്കി നോക്ക്. ഭാര്യ പോയതോടുകൂടി ഞാൻ പറയാൻ വന്നത് ഈയിടെ അമ്മയുടെ താലിമാല വരെ ഊരിക്കൊണ്ടുപോയി കുടിച്ച ആളാ. താലി അമ്മ പൂജാമുറിയിൽ വെച്ചതുകൊണ്ട് അത് മാത്രം പോയില്ല. ഈശ്വര, എന്റെ കൊച്ചിനെ എങ്ങനെ ഞാൻ അയക്കും? അയക്കരുത്. മറ്റൊരു സീത കൂടി അവിടെ ഉണ്ടാവരുത്. അതുകൊണ്ടാ ഞങ്ങള് ഇവിടെ വന്ന് പറഞ്ഞത്.